യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഈ ദിവസങ്ങൾ സംസാരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതം അബ്രഹാമിനെ പോലെ ഓരോ ദിവസവും ദൈവത്തോടുള്ള അനുസരണത്തിലും അതേപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും വളർന്നു വരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ആത്മീയമായ അനുഗ്രഹങ്ങളും ആത്മീയമായ പുരോഗതിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുക. അനേകർക്ക് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഒരു ധൈര്യത്തിനും അതേ ഒരു പ്രബോധനം എന്ന പോലെ അവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നും അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ നിന്നും ദൈവം എന്താണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതെന്നാണ് നമ്മൾ ഈ സന്ദേശങ്ങളിലൂടെ എല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. കേവലം അബ്രഹാമിനെ കുറിച്ച് ഒരു നറേഷൻ എന്ന പോലെ അല്ലെങ്കിൽ ഒരു കഥ എന്ന പോലെ പറഞ്ഞു പോകാനല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ ഭാഗങ്ങളിലൂടെ എല്ലാം തന്നെ ദൈവത്തെ ശരിയായി മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നമ്മെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ തക്കോണം ആകുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ ആരംഭ വാക്യങ്ങൾ വായിച്ചിട്ട് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായിട്ടുള്ള വളരെ ചുരുക്കമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളെല്ലാം തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ രൂപാന്തരങ്ങൾ സംഭവിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത അത് അബ്രഹാമിനുണ്ടാകുന്നതിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നു. അതിനുശേഷം ഏതാണ്ട് നീണ്ട 13 വർഷങ്ങളിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായിരുന്നില്ല. അതിനർത്ഥം ഒരു സാധാരണ ആത്മീക ജീവിതമായിരുന്നു അബ്രഹാം വിശ്വാസത്താൽ ദൈവത്തിന് മുമ്പാകെ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായില്ല എന്ന് മാത്രമല്ല, ഈ 13 വർഷങ്ങളിൽ ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതായ യാതൊരു വിവരങ്ങളും ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനും കഴിയുന്നില്ല. പക്ഷെ അതിനർത്ഥം അബ്രഹാം ദൈവസാന്നിധ്യം അനുഭവിച്ചില്ല എന്നും ദൈവം അബ്രഹാമിനെ സഹായിച്ചില്ല എന്നുമുള്ളതല്ല. മറിച്ച് ദൈവത്തോടു കൂടി അതേ വിശ്വാസത്താൽ നടക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഹാനോക്ക് എന്നുള്ള ഒരു ഭക്തനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു, അല്ലെ? ഏതാണ്ട് 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം എപ്പോഴും വിസിബിളായിട്ട് കാണുന്നത് പോലെ ഹാനോക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവദൂതന്മാർ എപ്പോഴും ഹാനോക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവരെല്ലാം തന്നെ വിശ്വാസത്താലായിരുന്നു എന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസത്താൽ നാം ദൈവത്തോടു കൂടി നടക്കുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം, അതേ ദൈവം നമ്മളോട് അതേ ശാരീരികമായി കൂടെ ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ഫലം അതേ നമുക്ക് അനുഭവിക്കുവാനും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും ഇടയായി തീരും. അങ്ങനെയുള്ള ഒരു 13 വർഷങ്ങളായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസങ്ങളിലെല്ലാം തന്നെ അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വാസത്തോടെ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ല, ഒരു സൂപ്പർ നാച്ചുറൽ രീതിയിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പോലും ദൈവത്തെങ്കിലുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നീതിയായി കണക്കിടുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നാം അറിയേണ്ടതാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. അപ്പോൾ ഈ 13 വർഷങ്ങളിൽ അബ്രഹാമിനുണ്ടായ ചില മാറ്റങ്ങളും നമ്മൾ ഇവിടെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ വാഗ്ദത്തങ്ങൾ അത് ദൈവം മറന്നുപോയോ എന്ന് അബ്രഹാം സംശയിക്കുമാറുള്ള
അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. നമ്മൾ വിശ്വസിക്കുന്നതായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറന്നുപോയോ? ദൈവം എന്തേ എന്നോട് കരുണ കാണിക്കുവാൻ താമസിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ദൈവം എന്നെ മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ദൈവത്താൽ മറക്കപ്പെട്ടവനായി തീർന്നു, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി തീർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിപ്പാനിടയായി തീർന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇന്ന് നമ്മൾ 2-ാമത്തെ വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. ഈ 2, 3, 4 വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ റിമൈൻഡ് ചെയ്യുകയാണ്, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. അതിനർത്ഥം, അബ്രഹാമേ, ഞാൻ നിന്നോട് ചെയ്തതായ വാഗ്ദത്തങ്ങൾ മറന്നിട്ടില്ല, അതെൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് ഞാൻ നിവർത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. നോക്കൂ, ദൈവം ഇവിടെ അബ്രഹാമിനോട് വീണ്ടും പറയുകയാണല്ലോ, എനിക്കും നിനക്കും മധ്യേ എൻ്റെ നിയമം സ്ഥാപിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ. അബ്രഹാം സാഷ്ടാംഗം വീണു, അല്ലെങ്കിൽ അബ്രഹാം തൻ്റെ മുഖം, അങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, തൻ്റെ മുഖം അതേ ദൈവത്തിന് മുമ്പാകെ ചായ്ച്ചുകൊണ്ട്, അതേ കൈകൾ ആ ദൈവത്തിന് മുമ്പാകെ വെച്ചുകൊണ്ട് അവൻ വണങ്ങുന്നതായ ഒരു പോസ്ചർ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ തെളിയിക്കുന്നത് ദൈവം അവൻ്റെ മുമ്പാകെ വിസിബിളായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ദൈവവചന ഭാഗവും. തീർച്ചയായിട്ടും അബ്രഹാമിന് മുമ്പാകെ ദൈവം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ആ പൂർണ്ണ തേജസ്സോടു കൂടിയല്ല, മറിച്ച് അബ്രഹാമിന് സഹിക്കാൻ കഴിയുന്നതായ ഒരു പ്രത്യക്ഷതയായിരിക്കാം ദൈവം അവിടെ അബ്രഹാമിന് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യക്ഷത അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ അവൻ ദൈവത്തിന് മുമ്പാകെ സാഷ്ടാംഗം വണങ്ങിയെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സാഷ്ടാംഗമുള്ള വണക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അത് അബ്രഹാം ദൈവത്തിന് മുമ്പാകെ കാണിച്ചതായ തൻ്റെ ബഹുമാനവും അതേപോലെ തന്നെ തൻ്റെ സമർപ്പണവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫിസിക്കലി ദൈവത്തിന് മുമ്പാകെ നമ്മൾ സാഷ്ടാംഗം വീണ് വണങ്ങുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം എന്താണോ ആ സാഷ്ടാംഗം വീണതിനെ ഉദ്ദേശിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഈ 2 കാര്യങ്ങളാണ്. ഒന്നാമത്, നമ്മൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിതരായിരിക്കണം. 2, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരായി തീരണം. എന്താ ബഹുമാനിക്കുക എന്ന് പറയുന്നത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു തരുന്നത് നിന്റെ അധ്യാപകരെ ബഹുമാനിക്കണം എന്നുള്ളതല്ലേ? അധ്യാപകരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് സാർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് മാത്രമാണോ? സാർ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത് മാത്രമാണോ? പ്രസന്റ് സാർ എന്ന് പറയുന്നത് മാത്രമാണോ? അല്ല, മറിച്ച് അധ്യാപകർ പറയുന്നതായ കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് അധ്യാപകർക്ക് കൊടുക്കുന്നതായ ബഹുമാനം. അതേപോലെ തന്നെയാണ് അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ അതേ അധ്യാപകർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതേ കാര്യം തന്നെയാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടതും അബ്രഹാം ചെയ്തു കൊടുക്കുന്നതും. അതെ, അബ്രഹാം ദൈവത്തിനു മുമ്പാകെ തന്നെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. തൻ്റെ ദേഹത്തെയും തൻ്റെ ദേഹിയെയും ആത്മാവിനെയും പൂർണ്ണമായും അബ്രഹാം സമർപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായി തീർന്നല്ലോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ ഒരു കാര്യം, നീ നിഷ്കളങ്കനായിരിക്കുക, അതായത് നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറയുന്നതും ഇതേ ഒരു അർത്ഥം തന്നെയാണ്. അതായത് നീ പൂർണ്ണമായിട്ടും നിന്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും പൂർണ്ണമായി എൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നീ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സമർപ്പിതനായി ജീവിക്കുമ്പോൾ നീ ദൈവത്തിന് മുമ്പാകെ നീ ബഹുമാനമുള്ളവനായിരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുന്നവനായിരിക്കണം. നോക്കൂ, അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണമായിരുന്നു, അതിനുവേണ്ടിയുള്ള ഒരു സാഷ്ടാംഗ പ്രണാമമായിരുന്നു ഇവിടെ അബ്രഹാം നൽകിയത്. ഇന്ന് ഞാൻ നിന്നോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദൈവിക പ്രത്യക്ഷതകൾ സംഭവിച്ചില്ലെങ്കിൽ പോലും വിശ്വാസത്താൽ ദൈവത്തെ കാണുന്നവരായ നാം ഓരോരുത്തരും ദൈവത്തോട് സമർപ്പണമുള്ളവരും അതേപോലെ തന്നെ ദൈവത്തെ ബഹുമാനിക്കുന്നവരും ആയിത്തീരണം. പണം കൊടുത്തല്ല കേട്ടോ, മറിച്ച് അവൻ്റെ വചനമനുസരിച്ച് നമ്മൾ പ്രമാണിക്കണം.
അതെ, ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നു. ആ വചനം അനുസരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഇടയാകരുത്. നമ്മൾ അതിന് അനുവദിച്ചുകൂടാ എന്നുള്ളതും ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം അനുവദിച്ചാൽ ഈ ഒരു കാര്യത്തിൻ്റെ ചില വശങ്ങൾ കൂടെ ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തോട് സമർപ്പണമുള്ളവരാണോ? നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട്? ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് അതെ ദൈവത്തോടുള്ള ആ സമർപ്പണത്തിലും ബഹുമാനത്തിലും മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കൃത്യവിലോപങ്ങൾ സംഭവിക്കാറുണ്ട്. ഞങ്ങൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിതരും അതേപോലെ തന്നെ ദൈവത്തെ ബഹുമാനിക്കാത്തവരുമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് അബ്രഹാമിനെ പോലെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിതരായി തീരുവാൻ, നിഷ്കളങ്കരായിരിക്കാൻ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ, അവനെ ബഹുമാനിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചന പഠനത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.